ഉദയസ്ഥാനിലേക്ക്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനസ്സമാധാനം ഇല്ലായ്മയാണ്. നമുക്കറിയാം, ഒരുപാട് മനുഷ്യർ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. ഏറ്റവും വലിയ മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനം തന്നെയാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, സാമ്പത്തിക ഭദ്രത ഉള്ളവർ, നല്ല സാമ്പത്തികമുള്ളവർ പോലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ വീണ് കിടന്നുകൊണ്ട് മനസ്സമാധാനത്തിന് വേണ്ടി മദ്യപിക്കലും മറ്റുള്ള പല മാർഗത്തിലേക്ക് നീങ്ങുന്നതും അവസാനം ജീവിതം അടുത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നം അനുഭവിച്ച് പല പ്രശ്നങ്ങളിലും കുടുങ്ങി ജീവിതം അടുത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എടുത്തു നോക്കൂ, കുട്ടികൾ ഒരു സന്താന ഭാഗ്യമില്ലാതെ ആ സന്താന ഭാഗ്യത്തിന് വേണ്ടി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് ചികിത്സകളും നേർച്ചകളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കും മനസ്സമാധാനമില്ല. ഇനി അതുപോലെ തന്നെ സന്താനങ്ങൾ ഉള്ളവര് ആ സന്താനത്തിന്റെ പേരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഗതി വന്നല്ലോ, മക്കളുണ്ടായിട്ടും അവരൊരു പരുവം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി ആ പൈതൃകത്തെയൊക്കെ മറന്നുകൊണ്ട് പല പ്രശ്നത്തിലും നേരിടുമ്പോൾ മാനസികമായിട്ട് മാതാപിതാക്കളും കുടുംബക്കാരും അനുഭവിക്കുന്ന മാനസിക വേദന അതങ്ങനെ. ഇനി അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യന് മനസ്സമാനം ഇല്ലാത്ത ഓട്ടം, അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താൻ വേണ്ടിയുള്ള ഓട്ടം. ഇനി രോഗങ്ങൾ ഉള്ളവർക്ക് രോഗത്തിന്റെ പേരിൽ കിടന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ നിലയ്ക്കും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം എന്നത് ഒന്നില്ലാത്ത ഒരവസ്ഥയാണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. ഒരു കാരണമില്ലാതെ അങ്ങ് മനസ്സിന് സമാധാനമില്ല, മനുഷ്യനെ ബോറടിക്കുന്ന അങ്ങനെ പറഞ്ഞ് നീങ്ങുന്ന കുറെ ആൾക്കാരും ഉണ്ട് അല്ലെ. ഇങ്ങനെ കറങ്ങി നടന്നിട്ട് മനസ്സമാധാനത്തിന് വേണ്ടി കറങ്ങി നടക്കുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ഇന്ന് ലോകം മൊത്തവും ഭൂരിപക്ഷം കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഈ സന്തോഷത്തെയും സങ്കടത്തെയും ചിരിയെയും കരച്ചിലിനെയും സമ്പത്തിനെയും സമ്പത്തില്ലായ്മയും അങ്ങനെ ഓരോ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആ വികാരങ്ങളെയൊക്കെ സൃഷ്ടിച്ച് നൽകിയ പടച്ച തമ്പുരാൻ എന്നൊരു വഴി പറഞ്ഞു. കാരണം എല്ലാ വികാരങ്ങളും മനുഷ്യന് കൊടുത്ത ആ പടച്ച തമ്പുരാൻ തന്നെയാണ് പറഞ്ഞു തന്നത്, നിങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഈ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാവിധത്തിലുള്ള ആഡംബരങ്ങൾ കൊണ്ടോ ഒന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ലഘുവായൊരു സൂചന പടച്ച തമ്പുരാൻ പറയുന്നത്, തത്മന്ന പുരൂപം അല്ലാതില്ല, നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ പടച്ച തമ്പുരാന്റെ ദിക്ർ സ്മരണ അത് ഉള്ള ഒരു ഹൃദയത്തിന് ഒരിക്കലും എന്ത് തന്നെ മുമ്പ് സൂചിപ്പിച്ച ഏത് തന്നെ പ്രശ്നത്തെ നേരിട്ടാലും യാതൊരു വിധത്തിലുള്ള പ്രയാസവും പ്രശ്നങ്ങളും അവനെ ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ